ഈശംഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വചനം: സൂര്യന് കീഴെ ഞാൻ വലിയൊരു തിന്മ കണ്ടു. ധനികൻ തന്റെ തന്നെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നു. സഭാപ്രസംഗകൻ 5-ാം അധ്യായം 13-ാം വാക്യം. സൂര്യന് കീഴെ സഭാപ്രസംഗകൻ ഒരു വലിയ തിന്മ കാണുകയാണ്. അനേകം ആളുകളെ വലിയ നാശത്തിലേക്കാണ് ഇത് നയിക്കുന്നത് എന്ന് സഭാപ്രസംഗകൻ പറയുന്നുണ്ട്. ഈശോ നമ്മളോട് ഒരു കാര്യം പറയുന്നുണ്ട്. തോബിത്തിന്റെയും പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അത് നിങ്ങൾ ദാനം ചെയ്യണം എന്നാണ്. ഈശോ ഒരിക്കൽ പത്രോസിനോട് പറഞ്ഞു, നീ നദിയിൽ പോയി ചൂണ്ടയിടുക, എന്നിട്ട് അതിൽ നിന്ന് ഒരു മീനെ കിട്ടുമ്പോൾ അതിന്റെ വായിൽ നിന്ന് നിനക്കൊരു നാണയം കിട്ടും. നീ അത് എനിക്കും മറ്റുള്ളവർക്കും കൂടി അതിന്റെ ദശാംശം നൽകുക എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഈശോ നൽകിയ ആ നിയമത്തിന്റെ മാതൃകയാണ് ഈശോ നമുക്ക് കാണിച്ചു നൽകുന്നത്. ഇവിടെ എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ, സഭാപ്രസംഗം നിരീക്ഷിച്ചിട്ടാണ് ഇതിന് കാരണം കണ്ടെത്തുന്നത്. അപ്പോ ഇത് 1-2 ദിവസം കൊണ്ട് നടക്കുന്നതല്ല. തന്നെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നു എന്നാണ്, ഉണ്ടാക്കുന്നു എന്നല്ല. ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഉണ്ടാക്കുന്നതും സൂക്ഷിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ നിക്ഷേപിച്ചു വച്ചിരിക്കുന്നിടത്തായിരിക്കും നിങ്ങളുടെ ഹൃദയം ഉണ്ടായിരിക്കുക എന്ന്. ദൈവത്തെ നോക്കി ദൈവത്തിൽ നിന്ന് നിത്യജീവൻ പ്രാപിക്കേണ്ട സമയത്ത് ദാനം നോക്കി പോയാൽ ആ ദാനം അവനെ നാശത്തിലേക്ക് നയിക്കും. സമ്പത്ത് നല്ലതാണ്. ഈശോയെ അന്വേഷിച്ചു വരികയും ഈശോയെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം ഈശോ നിറയെ ദാനം നൽകുകയുണ്ട്. നമ്മുടെ നാട്ടിൽ പ്രാർത്ഥിക്കുകയും ഈശോയുടെ കൂടുതൽ അടുത്തിരിക്കുന്നവർക്കും സമ്പത്തുണ്ട്. പക്ഷെ പ്രാർത്ഥനയിൽ നിന്ന് സമ്പത്തിലേക്ക് തിരിയുമ്പോൾ അത് അവരെ നാശത്തിലേക്ക് നയിക്കും. അവരുടെ ഏകലക്ഷ്യമായ ദൈവത്തെ കണ്ടെത്തുന്നതിന് പകരം ഈ ദാനം അവർക്ക് കെണിവെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഏറെ ഹൃദയപൂർവ്വം കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവെ, ദാനമോഹമോ വേറെ ഒരു തിന്മയോ എന്നെ സ്വാധീനിക്കരുതെന്ന്. അങ്ങ് എനിക്ക് നൽകുന്ന എല്ലാ ദാനവും ഉയർച്ചയും ഒരു ദാനമായി കണ്ടുകൊണ്ട് അങ്ങയെ എപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. ആമേൻ.